Meet the editors. നടപടി വേണ്ടേ എന്നതാണ് ചോദ്യം. ഉണ്ണിബാലകൃഷ്ണൻ, ഇപ്പോൾ ജഡ്ജിയെ ഇംപീച്ച് ചെയ്യണമെന്നൊരു ആവശ്യം പ്രതിപക്ഷം നോട്ടീസായി നൽകി കഴിഞ്ഞിരിക്കുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുപ്രീം കോടതി കൊളീജിയം ജഡ്ജിയെ വിളിച്ചു വരുത്തുന്നത്, സമൻസ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നടപടി വേണ്ടേ എന്നതാണ് നമ്മുടെ ചോദ്യം. നടപടി നിശ്ചയമായും വേണം. കാരണം വെച്ചാൽ ഇന്ത്യൻ ജുഡീഷ്യറിയെ സംബന്ധിച്ച് ശേഖർ കുമാർ യാദവ് ഒരു വലിയ കളങ്കമാണ് എന്ന നിലപാടാണ് എനിക്കുള്ളത്. കാരണം ഇന്ത്യയുടെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനം രാജ്യത്ത് ജുഡീഷ്യറിയാണ്. അവരെ ഭരണഘടനയുടെ കാവലാളുകൾ എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കാറുള്ളത്. ആ ഭരണഘടന അനുശാസിക്കുന്ന അടിസ്ഥാന തത്വങ്ങൾക്കെതിരായിട്ടുള്ള പ്രസ്താവനയാണ് ഒരു ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ശേഖർ കുമാർ യാദവ് പറഞ്ഞിരിക്കുന്നത്. അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? വിശ്വഹിന്ദു പരിഷത്ത് എന്ന പ്രസ്ഥാനത്തിൻ്റെ ഒരു വേദിയിലാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ആരാണ് ഈ വിശ്വഹിന്ദു പരിഷത്ത്? വിശ്വഹിന്ദു പരിഷത്താണ് ബാബറി മസ്ജിദ് തകർത്ത് അവിടെ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആദ്യമായി ആവശ്യപ്പെടുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനത്തിൽ നിന്നാണ് പിന്നെ BJP ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് രാമജന്മഭൂമി മൂവ്മെൻ്റ് ഉണ്ടാക്കുന്നത്. 1980 തന്നെ വിശ്വഹിന്ദു പരിഷത്ത് രാമജന്മഭൂമി എന്ന് പറയുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന് ആഹ്വാനം ചെയ്യുകയും അതിനുവേണ്ട കമ്മിറ്റികൾ നിയോഗിക്കുകയും ചെയ്തിരുന്നു. 1980 BJP ഉണ്ടാകുന്നത്. പിന്നീട് BJP ആണ് പിൽക്കാലത്ത് അത് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നത്. ആ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ വേദിയിൽ വെച്ചിട്ടാണ് ഈ രാജ്യം പ്രവർത്തിക്കേണ്ടത് ഭൂരിപക്ഷത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ചായിരിക്കണമെന്ന് ഒരു സംസ്ഥാന ഹൈക്കോടതി ജഡ്ജി പറയുന്നത്. അത് നിശ്ചയമായും ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക്, മൗലിക ആശയങ്ങൾക്ക് എതിരായിട്ടുള്ളൊരു നിലപാടാണ്. ഒരു ജഡ്ജിയും ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയും അത്തരത്തിലൊരു നിലപാടെടുക്കാൻ പാടില്ല. എന്ന് മാത്രമല്ല, ഈ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ ഈ വേദി എന്ന് പറയുന്നത് ആ കോർട്ടിൻ്റെ പ്രമൈസസിലാണ് കേട്ടോ. ഹൈക്കോടതി വളപ്പിലെ ഒരു കോൺഫറൻസ് ഹാളിലാണ് ഈ യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നിയമവേദി ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നത്. കേരളത്തിലോ തമിഴ്നാട്ടിലോ കർണാടകത്തിലോ വിശ്വഹിന്ദു പരിഷത്തിന് ഒരു കോംപ്രമൈസസിലെ കോൺഫറൻസ് ഹാളിൽ ഇത്തരത്തിലൊരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഉത്തർപ്രദേശിൽ ഇത് സംഭവിക്കും, ഇതിനപ്പുറവും സംഭവിക്കും. ഇന്നിപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം കേൾക്കുന്നത് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സമ്പൂർണ്ണ പിന്തുണ ഈ പറയുന്ന ശേഖർ കുമാർ യാദവിന് പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. ഈ വിദ്വാൻ 2021 ഒരു ജഡ്ജ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ജഡ്ജ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? അന്ന് കൗസ്ലോട്ടറുമായിട്ട് ബന്ധപ്പെട്ട്, ഗോവധവുമായി ബന്ധപ്പെട്ടൊരു മുസൽമാനെ പ്രതിയാക്കിക്കൊണ്ട് കോടതിയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ ഈ ജാമ്യാപേക്ഷയിന്മേൽ ഇദ്ദേഹം ജാമ്യം നിഷേധിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് പശുക്കൾ ഓക്സിജൻ പുറത്തേക്ക് വിടുന്നു എന്നാണ്, എക്സൈൽ ചെയ്യുന്നു എന്നാണ്. അങ്ങനെ ശാസ്ത്രജ്ഞന്മാരിൽ ചിലർ വിശ്വസിക്കുന്നു എന്നാണ്. എന്ന് മാത്രവുമല്ല, പശുക്കളെ സംരക്ഷിക്കേണ്ടത് ആവശ്യമാണെന്നും ഈ പശു എന്ന് പറയുന്നത് പശുവിൻ്റെ ഈ ചാണകത്തിൽ നിന്നുണ്ടാക്കുന്ന പഞ്ചഗവ്യം മാറാരോഗങ്ങൾക്ക് വരെ ഒറ്റമൂലിയാണെന്നും അദ്ദേഹം വിധിപ്പകർപ്പിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വിധിപ്പകർപ്പാണെന്ന് ആലോചിക്കണമെന്ന് മാത്രവുമല്ല, ജബ് ഗായ് കാ കല്യാൺ ഹോഗ തഭി ദേശ് കാ കല്യാൺ ഹോഗ എന്നുകൂടി എഴുതി വെച്ചിട്ടുണ്ട്. രാജ്യത്തിന് സമൃദ്ധി ഉണ്ടാകണമെങ്കിൽ പിന്നെ പശുക്കളെ വളർത്തിക്കൊണ്ടിരിക്കണം, എന്താണ് അവർ പ്രോസ്പറസ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം ആ വിധിപ്പകർപ്പിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഉപദേശവുമുണ്ട് ദേശീയ സർക്കാരിന്. രാജ്യത്തിൻ്റെ ദേശീയ മൃഗമായിട്ട് പശുവിനെ പ്രഖ്യാപിക്കണമെന്നുകൂടി ഇദ്ദേഹം 2021 ഒരു ജഡ്ജ്മെൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പാരമ്പര്യം ഇതാണ്. ഈ അർത്ഥത്തിൽ ഒരു ജഡ്ജി പെരുമാറുക എന്ന് പറയുന്നത് അങ്ങേയറ്റം എന്താ പറയുക, പൊറുക്കാൻ കഴിയാത്തൊരു തെറ്റാണ്, അക്ഷന്തവ്യമായ കുറ്റമാണ്. അതുകൊണ്ട് കൃത്യമായ നടപടി ഈ കാര്യത്തിൽ വേണം. കാരണം ഭരണഘടന അനുശാസിക്കുന്ന മൗലിക തത്വങ്ങളായിട്ടുള്ള തുല്യത, നിഷ്പക്ഷത, മതസൗഹാർദ്ദം തുടങ്ങിയിട്ടുള്ള ആശയങ്ങൾക്കൊക്കെ എതിരായിട്ട് ഈ നിഷ്പക്ഷമായ ജുഡീഷ്യറിയെ ഉയർത്തിപ്പിടിക്കേണ്ട ഒരാൾ വന്നിട്ട് പക്ഷപാതപരമായ പ്രസ്താവനകൾ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ഭൂഷണമല്ല, ഇന്ത്യൻ മതേതരത്വത്തിന് ഭൂഷണമല്ല, ഇന്ത്യൻ ഭരണഘടന അതിനെ അംഗീകരിക്കുന്നുമില്ല. ഇനിയിപ്പോൾ കൊളീജിയം വിളിച്ചിട്ട് വളരെ ശക്തമായൊരു നടപടി എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം എന്താ അറിയാമോ? ഓഗസ്റ്റ് 28 കർണാടകത്തിലെ ഒരു ജഡ്ജി ജസ്റ്റിസ് ശ്രീശാന്ത് എന്ന് പറയുന്ന ആൾ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഓപ്പൺ കോർട്ടിലാണ് പ്രസ്താവന നടത്തി. എന്താണെന്നറിയോ? ബാംഗ്ലൂരിലെ ഒരു പ്രത്യേക പ്രദേശത്ത് മുസ്ലിങ്ങൾ കൂടുതലായിട്ട് താമസിക്കുന്നുണ്ട്. ആ പ്രദേശത്തെ അദ്ദേഹം വിളിച്ചത് എന്താ പറയുക, പാകിസ്ഥാൻ എന്നാണ് വിളിച്ചത്. അതൊരു ഓപ്പൺ കോർട്ടിലാണ് ഈ ജഡ്ജി അങ്ങനെ വിളിച്ചത്. എന്താ സംഭവിച്ചത്? കൊളീജിയം വിളിച്ചു വരുത്തിയതിനു ശേഷം ഒരു മാപ്പപേക്ഷ എഴുതി കൊടുത്തിട്ട് അദ്ദേഹം ഇങ്ങനെ പോന്നു. അത്തരത്തിലൊരു മാപ്പപേക്ഷയിൽ അവസാനിക്കുന്ന ഒരു പ്രശ്നമല്ല ഈ കാര്യം എന്ന് പറയുന്നത്. ഇത് വളരെ ഗൗരവതരമായിട്ടുള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ഇംപീച്ച് ചെയ്യാനായിട്ട് എത്രത്തോളം സാധ്യമാവും? ഇംപീച്ച്മെൻറ്റ് നോട്ടീസ് കൊടുത്താൽ എന്താ ചെയ്യുക? ഇംപീച്ച്മെൻറ്റിന് മുമ്പായിട്ട്, അത് സഭയിൽ ചർച്ചയ്ക്ക് എടുക്കുന്നതിന് മുമ്പായിട്ട് എൻക്വയറി കമ്മീഷനെ വെക്കും. ആ എൻക്വയറി കമ്മീഷനെ വെച്ച് കഴിഞ്ഞാൽ ആ എൻക്വയറി കമ്മീഷൻ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തണം. അതിനുശേഷം മാത്രമാണ് സഭ അത് ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രമേയം പാസ്സാക്കുകയും പിന്നീട് അത് പ്രസിഡന്റ് അയച്ചു കൊടുക്കുകയും പ്രസിഡന്റ് അദ്ദേഹത്തെ ഈ പറയുന്ന ജുഡീഷ്യൽ പദവിയിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യുക. ഞാൻ വിചാരിക്കുന്നില്ല ഈ എൻക്വയറി കമ്മീഷനെ നിയോഗിച്ചു കഴിഞ്ഞാൽ ആ എൻക്വയറി കമ്മീഷൻ ഇദ്ദേഹത്തിനെതിരായിട്ട് എന്തെങ്കിലും കുറ്റം കണ്ടെത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അങ്ങനൊരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ സമൂഹം ഇപ്പോൾ എത്തിപ്പെട്ടിരിക്കുന്നത്, അൺഫോർച്ചുനേറ്റ്ലി. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നോക്കിയേ, സമ്പലിലെ പ്രശ്നം എന്താ? സമ്പൽ
മോഡലിൽ ഒരു മോസ്കിൻ്റെ താഴെ ശിവലിംഗമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാൾ പെറ്റീഷനുമായിട്ട് ചെല്ലുകയാണ് കോടതിയിലേക്ക്. ഒരു ലോവർ കോർട്ടാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ലോവർ കോർട്ട് എന്താ ചെയ്യുന്നത് അറിയാം, ഒരു അഡ്വക്കേറ്റ് കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് വേഗത്തിൽ അവിടെ സർവേ നടത്തുകയാണ്. എന്തൊരു തിടുക്കമാണെന്ന് നോക്കൂ. എന്നിട്ട് ഈ സർവേ വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുന്നു. അവിടെ എന്താ സംഭവിച്ചത്? ഒരു വലിയ കലാപം പൊട്ടിപ്പുറപ്പെടുന്നു. 5 പേര് മരിച്ചു കഴിഞ്ഞു ഇതിനോടകം. എത്ര മോശപ്പെട്ടൊരു സാഹചര്യമാണ്. ഇങ്ങനെയാണ് ഒരു ലോവർ കോർട്ട് പെരുമാറുന്നത്. ഇപ്പോൾ സുപ്രീം കോടതി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി നിങ്ങളാരും ഒരു കാര്യവും ഇക്കാര്യത്തിൽ വിധി പറയേണ്ട, ഏതെങ്കിലും തരത്തിലുള്ള പെറ്റീഷൻ വന്നു കഴിഞ്ഞാൽ അത്തരം പെറ്റീഷനുകൾ പരിഗണിക്കേണ്ട എന്ന് സുപ്രീം കോടതിക്ക് ഒരു വിധി പ്രസ്താവം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് ഉത്തർപ്രദേശിലെ ലോവർ കോർട്ടുകൾ മാറുന്നു എന്നുള്ളതാണ്. ഇത് ഉത്തർപ്രദേശിന്റെ മാത്രം സവിശേഷത അല്ലെന്നേ. ഗുജറാത്തിൽ രാഹുൽ ഗാന്ധിയുടെ കാര്യത്തിനകത്ത് നമ്മൾ കണ്ടതല്ലേ, എത്ര കോടതികളിലാണ് അയാൾ കയറി ഇറങ്ങിയതൊരു എന്താ പറയുക, ഇത് അദ്ദേഹത്തിൻ്റെ ഈ പാർലമെന്റിലെ ഇത് റദ്ദാക്കിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ട് എത്ര കോടതികൾ കയറി ഇറങ്ങേണ്ടി വന്നു. അവസാനം സുപ്രീം കോടതി പോയിട്ടാണ് അതൊരു സ്റ്റേ സംഘടിപ്പിക്കേണ്ടി വന്നത്. അങ്ങനെയാണ് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ പാർലമെന്റ് അകത്തും നിലനിർത്തിയത്. ഈ ഗുജറാത്തിലെ കോടതികളെല്ലാം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് വിധി പ്രസ്താവം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് തന്നെ ഗുജറാത്ത് കോടതിയുടെ നിഷ്പക്ഷതയെ സംബന്ധിച്ച് ഒട്ടേറെ സംശയങ്ങൾ ഉയർന്നിരുന്നു. ഉത്തർപ്രദേശിലെ കോടതിയെയും ഗുജറാത്തിലെ കോടതിയും ഒക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംശയത്തിന് നിലനിൽക്കുന്നത് എന്ന് മാത്രവുമല്ലല്ലോ, ജസ്റ്റിസ് ചലമേശ്വർ, രഞ്ജൻ ഗൊഗോയി, മധുർ ലോക്കർ, കുര്യൻ ജോസഫ്, ഇങ്ങനെ 4 ജഡ്ജിമാർ 2018 സുപ്രീം കോടതിയുടെ വാതിക്കൽ നിരന്നിരുന്നിട്ട് വാർത്താ സമ്മേളനം നടത്തിയായിരുന്നല്ലോ. എന്തായിരുന്നു ആ വാർത്താ സമ്മേളനത്തിന്റെ കാര്യം? ഇന്ത്യൻ ജുഡീഷ്യറി അപകടത്തിലേക്ക് പോകുന്നു എന്നാണ്. അവരന്ന് വാർത്താ സമ്മേളനം നടത്തി. ഇന്ത്യയിലെ ഏറ്റവും എണ്ണം പറഞ്ഞ 4 ജസ്റ്റിസുമാരാണ് സുപ്രീം കോടതിയുടെ മുന്നിൽ വെച്ചിട്ട് വാർത്താലേഖകരെ കണ്ടിട്ട് പറഞ്ഞത് ഇന്ത്യൻ ഡെമോക്രസി അപകടത്തിലാണ്, ഇന്ത്യൻ ജുഡീഷ്യറി അപകടത്തിലാണ്. അന്ന് വാർത്താമാധ്യമ പ്രവർത്തകരൊക്കെ ചോദിക്കുന്നുണ്ട്. അന്ന് ദീപക് മിശ്രയാണ് കേട്ടോ ചീഫ് ജസ്റ്റിസ്. അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യണമോ എന്നാണ് ചോദിക്കുന്നത്. ഒരു ചോദ്യമാണ്. അപ്പം ലെറ്റ് ദ നേഷൻ ഡിസൈഡ് എന്നാ പറഞ്ഞത്. രാജ്യം തീരുമാനിക്കട്ടെ ഈ ദീപക് മിശ്ര എന്ന് പറയുന്ന ചീഫ് ജസ്റ്റിസിനെ ഇംപീച്ച് ചെയ്യണോ വേണ്ടോ എന്നുള്ളത്. 4 ജസ്റ്റിസുമാർ പറഞ്ഞ കാര്യമാണ്. എന്താ കാര്യം അവർ പറയാൻ കാരണം എന്താ? പല കേസുകളും പ്രധാനപ്പെട്ട ചില നേതാക്കൾക്കെതിരായിട്ടുള്ള കേസുകൾ സെലക്റ്റീവായ ബെഞ്ചുകളിലേക്ക് വിടുന്നു, വളരെ ജൂനിയർ ആയിട്ടുള്ള ആളുകളുടെ ബെഞ്ചിലേക്ക് വിടുന്നു. ആ രീതിയിൽ നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന സമീപനങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചത് 4 ജസ്റ്റിസുമാരാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജസ്റ്റിസുമാരാണ്. ജസ്റ്റിസ് ലോയ വധവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം എന്താണ്? അമിത്ഷായുമായി ബന്ധപ്പെട്ടൊരു മർഡർ കേസല്ലേ? ആ മർഡർ കേസ് വിചാരണ ചെയ്ത ജഡ്ജിയല്ലേ ജസ്റ്റിസ് ലോയ എന്ന് പറയുന്നത്? അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആക്ഷേപം എന്ന് പറയുന്നത്. 100 കോടി രൂപ ബ്രൈബ് ഓഫർ ചെയ്തു എന്നാണ് പറയുന്നത് BJPക്ക് അനുകൂലമായിട്ടൊരു വിധി പറയാനായിട്ട്. നാഗ്പൂരിൽ വെച്ച് 2014 അദ്ദേഹം കൊല്ലപ്പെട്ടു. ഉടനെ തന്നെ അടുത്ത ഏതാനും വീക്കുകൾക്കുള്ളിൽ 2-3 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അമിത്ഷാ ഡിസ്ചാർജ് ചെയ്യപ്പെടും ആ കേസിൽ നിന്ന്. ആ കുടുംബത്തിന് പരാതിയുണ്ട്. ആ കുടുംബം പറയുന്നത് ഇപ്പോഴും അത് അൺനാച്ചുറൽ ഡെത്ത് ആണെന്നാണ്. ആ പരാതി ഇപ്പോഴും ഇന്ത്യൻ നിയമത്തിന് മുമ്പിലുണ്ട്, ഇന്ത്യൻ കോടതികൾക്ക് മുമ്പിലുണ്ട്. അപ്പോൾ ഈ അവസ്ഥയിലേക്ക് ഇന്ത്യയിലെ കോടതികൾ മാറുന്ന ഒരു സാഹചര്യത്തിലാണ് ഒരു ജഡ്ജി വന്നിട്ട് പറയുന്നത്, ഈ പറയുന്ന രാജ്യത്തെ ഭൂരിപക്ഷം ആളുകൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ ഇംഗിതത്തിനനുസരിച്ചാണ് ഈ രാജ്യം പ്രവർത്തിക്കുക. ഈ ലോ എന്ന് പറയുന്നത് മെജോറിറ്റിയുടെ ലോയാണ്. ഇത്തരത്തിൽ എന്ന് മാത്രമല്ല, ന്യൂനപക്ഷങ്ങൾ ഹിംസാവാദികളാണ് എന്നുകൂടി പറഞ്ഞു വെക്കുന്നു. ആ അർത്ഥത്തിൽ ന്യൂനപക്ഷങ്ങളെ ഹിംസയുടെ വക്താക്കളാക്കി മാറ്റുക, അവരെന്ന് പറയുന്ന ഈ ദേശത്തിന് ഭീഷണിയാണെന്ന് വരുത്തി തീർക്കുക, അവർ ഈ ദേശത്തിന് കൊള്ളാത്തവരാണെന്ന് വരുത്തി തീർക്കുക, അതൊക്കെ പറയുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജി ആയിരിക്കുന്നു എന്ന് പറയുന്നത് അങ്ങേയറ്റം അപമാനകരമായ ഒരു കാര്യമാണ്. ഇതൊട്ടും ലളിതമായൊരു കാര്യമല്ല. എനിക്കറിയില്ല ഇന്ത്യൻ പാർലമെന്റിൽ ഈ കാര്യത്തിൽ ഒരു ഇംപീച്ച്മെന്റിലേക്ക് പോകും. കഴിഞ്ഞ 7 തവണ ഇംപീച്ച്മെന്റ് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 7 തവണയിൽ 2 തവണ മാത്രം ജഡ്ജിമാർ രാജിവെച്ചങ്ങ് പോയി. ബാക്കി 5 തവണയും ഇംപീച്ച്മെന്റ് ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ഇംപീച്ച്മെന്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ കൊളീജിയത്തിന് ശക്തമായ നടപടിയെടുക്കാൻ കഴിയും. കൊളീജിയം അത്തരത്തിലുള്ള ശക്തമായ നടപടികൾ എടുത്തിട്ടുണ്ട്. കാരണം വെച്ചാൽ 2023 മണിപ്പൂരിൽ ഈ മണിപ്പൂർ കലാപത്തിന് ആസ്പദമായ ഒരു വിധി പ്രസ്താവിച്ച KV മുരളീധരൻ എന്ന് പറഞ്ഞിട്ടുള്ള ജഡ്ജിയുണ്ട്. KV മുരളീധരനെ സുപ്രീം കോടതി കൽക്കട്ട ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റുകയാണ് ചെയ്തത്. അത്തരത്തിൽ സ്ഥലം മാറ്റം നടത്തിയിട്ടുള്ള പതിവുകളൊക്കെ ഉണ്ട്. അത് മാത്രമല്ല, ചില സ്ഥലമാറ്റങ്ങൾ നടത്തിയിട്ടുണ്ട്, ചില ആളുകൾക്ക് ജുഡീഷ്യൽ വർക്ക് അലോക്കേറ്റ് ചെയ്യാതിരുന്നിട്ടുണ്ട്. അങ്ങനെ ശക്തമായ നടപടികൾ കൊളീജിയം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കൊളീജിയത്തിൽ വിശ്വസിക്കാം. പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നടക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഒരു മാപ്പപേക്ഷ എഴുതി കൊടുത്ത് തലയൂരാനാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മാപ്പപേക്ഷ നൽകി അവസാനിപ്പിക്കാവുന്ന ഒരു കേസല്ല. ഞാൻ ഈ പറഞ്ഞ നേരത്തെ കർണാടക ഹൈക്കോടതിയിൽ ഓപ്പൺ കോർട്ടിലൊരു ജഡ്ജി മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തെ പാകിസ്ഥാൻ വിളിച്ചപ്പോൾ ഒരു മാപ്പപേക്ഷ എഴുതി കൊടുത്ത് തലയൂരി പോകുന്നത് പോലെ ഈ പറയുന്ന ശേഖർ കുമാർ യാദവിൻ്റെ കേസ് അത്ര ലളിതമായൊരു കേസല്ല. അത് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും പ്രശ്നമാണ്. ഇന്ത്യൻ ഭരണഘടന ഉന്നയിക്കുന്ന മുന്നോട്ട് വയ്ക്കുന്ന മൗലിക തത്വങ്ങളുടെ മൗലിക ആശയങ്ങളുടെ ലംഘനമാണ്. അതിനൊരു ഹൈക്കോടതി പോലെ ഉയർന്ന കോടതിയിലെ ജഡ്ജി വന്ന് പരസ്യമായി ഇത്തരത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടും ഹിന്ദുത്വയ്ക്ക് വേണ്ടിയിട്ടും മെജോറിറ്റേറിയൻസിന് വേണ്ടിയിട്ടും വാദിക്കുകയും പറയുകയും ചെയ്യുന്ന, അതും വിശ്വ ഹിന്ദു പരിഷത്ത് പോലൊരു പ്രസ്ഥാനത്തിൻ്റെ വേദിയിൽ പോയി എന്ന് സംസാരിക്കുന്നത് ഒട്ടും തന്നെ നല്ല കാര്യമല്ല. നമുക്ക് നിഷ്പക്ഷമായ നീതി വേണമല്ലോ. അക്കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ലല്ലോ. നിങ്ങൾ BJP ആയിക്കോളൂ, നിങ്ങൾ കോൺഗ്രസ് ആയിക്കോളൂ, നിങ്ങൾ CPM ആയിക്കോളൂ, നിങ്ങൾ സമാജ്വാദി പാർട്ടി ആയിക്കോളൂ, നിങ്ങൾ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിക്കോളൂ, നിങ്ങളൊരു കേസുമായി കോടതിയിൽ പോയാൽ നിങ്ങളൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക് ആഗ്രഹിക്കുന്നത് നിഷ്പക്ഷമായി എനിക്ക് നീതി കിട്ടണം എന്നാണ്. നിഷ്പക്ഷമായി നീതി കിട്ടണമെങ്കിൽ ആ നീതിപീഠത്തിലിരിക്കുന്ന ആളുകൾ ഭരണഘടനയുടെ മൗലിക തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും അതിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അത്തരത്തിലുള്ള ആളുകളിൽ നിന്ന് മാത്രമേ നമുക്ക് നിഷ്പക്ഷമായി നീതി കിട്ടുകയുള്ളൂ. അതുകൊണ്ട് ഇത് നീതിയുടെ പ്രശ്നമാണ്, രാജ്യത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയുടെ പ്രശ്നമാണ്, രാജ്യത്തിൻ്റെ അഖണ്ഡതയുടെയും സമത്വത്തിൻ്റെയും തുല്യതയുടെയും പ്രശ്നമാണ്.
അതിനെ വെല്ലുവിളിക്കുന്ന സമീപനങ്ങളും പ്രവണതകളും ഒരു കാരണവശാലും ജുഡീഷ്യറിൽ അനുവദിക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായാൽ അത് മുളയിലേ നുള്ളണം. ഇക്കാര്യത്തിൽ അങ്ങനെ ഒരു പ്രവണത ഉണ്ടായിരിക്കുന്നു. ആ പ്രവണത പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ശേഖർ കുമാർ യാദവിനെ ഇംപീച്ച് ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തെ ജുഡീഷ്യൽ ആക്ടിവിറ്റി ഒന്നും തന്നെ അലോക്കേറ്റ് ചെയ്യാതെ എങ്ങോട്ടേക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്യണം. അതുമല്ലെങ്കിൽ കടുത്ത നടപടി തന്നെ വേണം ഇക്കാര്യത്തിൽ എന്നാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ ജുഡീഷ്യറിൽ നിന്ന് പുറത്താക്കണം. അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ കൊളീജിയത്തിന് കഴിയുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ നിശ്ചയമായും പാർലമെന്റിന് അത് കഴിയും. പാർലമെന്റ് ഒറ്റക്കെട്ടായി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്ന അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ഇന്ത്യൻ ജുഡീഷ്യറിക്ക് തീരാത്ത കളങ്കമാണ് വരുത്തി വെച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ നിലപാട്. നടപടി വേണ്ടേ എന്നതാണ് ചോദ്യം. സുജയ, നടപടി വേണോ എന്ന് തീരുമാനിക്കാനാണല്ലോ സുപ്രീം കോടതി കൊളീജിയം അദ്ദേഹത്തിന്റെ ഭാഗം കൂടി കേൾക്കുന്നതിന്റെ ഭാഗമായി വിളിച്ചു വരുത്തിയിരിക്കുന്നത്. നടപടി ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ നടപടിയുടെ തീവ്രത എത്രത്തോളമാണ് എന്നതാണ് ഇനി അറിയേണ്ടത്. ഉണ്ണിസാർ ആഗ്രഹിക്കുന്നത് പോലെയുള്ള കടുത്ത നടപടികളിലേക്കൊക്കെ പോകുമോ എന്നുള്ളത് അത് സുപ്രീം കോടതി കൊളീജിയമാണ് തീരുമാനിക്കേണ്ടത്. കാരണം സുപ്രീം കോടതി കൊളീജിയത്തിലൂടെ കടന്നു വന്ന് നിയമിതനായ ഒരു ഹൈക്കോടതിയിലെ ജഡ്ജിയാണ് ജസ്റ്റിസ് ശേഖർ കുമാർ യാദവ് എന്നുള്ളത് കൊണ്ട് തന്നെ കൊളീജിയത്തിന്റെ തീരുമാനം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എൻ്റെ അഭിപ്രായം ഇക്കാര്യത്തിൽ ജുഡീഷ്യറിയുടെ ഒരു സ്വതന്ത്ര സ്വഭാവം നിലനിൽക്കുക എന്നതാണ് പ്രധാനം. അത് ഏത് മതത്തിൽപ്പെട്ട ആളാണ് ജഡ്ജിയെങ്കിലും അയാളുടെ മതവിശ്വാസമല്ല അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിനെ സ്വാധീനിക്കേണ്ടത്. അഭിഭാഷകർ ഉന്നയിക്കുന്ന ഇരുഭാഗങ്ങളായി നിന്ന് ഉന്നയിക്കുന്ന വാദപ്രതിവാദങ്ങളിൽ കൃത്യമായ ഒരു തീരുമാനം അത് ഏറ്റവും ന്യായയുക്തമായി എടുക്കുക. നീതിന്യായ പീഠം എന്നാണ് നമ്മൾ വിളിക്കുന്നത്. പരമോന്നത നീതിന്യായ പീഠമായ സുപ്രീം കോടതിയുടെ കൊളീജിയമാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയുടെ നീതിന്യായ പീഠത്തിലെ ഒരു ജഡ്ജിയെ, അതായത് ന്യായാന്യായങ്ങൾ പരിശോധിച്ച് തീർപ്പ് കൽപ്പിക്കേണ്ട വ്യക്തി ഒരു ഭാഗം ചേർന്ന് സംസാരിക്കുന്നത് സിറ്റിംഗ് ജഡ്ജ് എന്ന പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസവും ഞാൻ അതാണ് സൂചിപ്പിച്ചത്. സിറ്റിംഗ് ജഡ്ജിയായി ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിശ്വാസങ്ങളെ അല്ലെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായി പശുവിനെ ആരാധിക്കുകയോ വ്യക്തിപരമായി അദ്ദേഹത്തിന് പശുവിനെ കൊല്ലരുതെന്നുള്ള ആശയം പിൻപറ്റുന്നയാളോ അല്ലെങ്കിൽ വ്യക്തിപരമായി അദ്ദേഹം VHPയോ BJPയോ RSSോ എന്തുമാകട്ടെ അതുപോലെ തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി നിൽക്കുന്ന ജഡ്ജസുമുണ്ട്. അതൊരു പരസ്യമായ രഹസ്യമാണ്. പക്ഷേ അതൊക്കെ അത് ഔട്ട്സൈഡ് ജഡ്ജ്മെന്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി നിർത്താൻ സാധിക്കണം. അതായത് ഇരിക്കുന്ന പദവിയുടെ ഔന്നത്യം കളങ്കപ്പെടുത്തുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ ആ പദവിയിൽ ഇരുന്നു കൊണ്ട് നടത്താൻ പാടില്ല. അത് സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് കൊളീജിയം പരിശോധിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു പോയതാണ് എന്ന രീതിയിലുള്ള, അതായത് പറഞ്ഞു പോകുമ്പോൾ വന്ന ഒരു പാസീവ് റിമാർക്കാണ് എന്ന രീതിയിലുള്ള ഒരു വിശദീകരണമായിരിക്കാം ചൊവ്വാഴ്ച ഒരുപക്ഷെ കൊടുക്കാൻ പോകുന്നത് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ജസ്റ്റിസ് ശേഖർ യാദവ് നടത്തിയ പരാമർശം 11-ാം തീയതിയാണ്. അപ്പോൾ മുതൽ തന്നെ അത് ചർച്ചയാകുന്നുണ്ട്. ഉണ്ണിസാർ പറഞ്ഞതുപോലെ VHPയുടെ ലീഗൽ സെല്ലാണ്. അതായത് വിവിധ രാഷ്ട്രീയ കക്ഷികൾക്ക് ലീഗൽ സെല്ലുകൾ ഉള്ളതുപോലെ VHPയുടെയും ലീഗൽ സെല്ലുണ്ട്. ഇവിടെ കേരളത്തിലില്ല എന്ന് അങ്ങ് പറഞ്ഞല്ലോ. കേരളത്തിലുമുണ്ട്. കേരള ഹൈക്കോടതിയിലും ലീഗൽ സെല്ലുണ്ട്. കേരള ഹൈക്കോടതിയിലും കൃത്യമായി RSSുമായി ആഭിമുഖ്യം പുലർത്തുന്ന അഭിഭാഷകരുടെ സംഘടനയൊക്കെ ഉണ്ട്. അവരൊക്കെ കൃത്യമായി യോഗങ്ങൾ ചേരാറുണ്ട്. ഇതുപോലെ തന്നെ കോടതി വളപ്പിൽ നിരോധിത സംഘടനയൊന്നുമല്ലല്ലോ VHP. അപ്പോൾ അവരുടെ ലീഗൽ സെല്ല് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് നിയമാനുസൃതം തന്നെ ആയതുകൊണ്ടായിരിക്കാമല്ലോ ആ ഹാൾ അനുവദിച്ചത്. കൃത്യമായ അനുമതി കിട്ടാതെ അവിടെ ഒരു പരിപാടി നടത്താൻ കഴിയില്ല. അവിടെ മാത്രമല്ല ഏത് ഹൈക്കോടതിയുടെ വളപ്പിലായാലും കൃത്യമായി അനുമതി വാങ്ങാതെ ആർക്കും അവിടെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിയില്ല എന്നതാണ് എൻ്റെ എളിയ ബോധ്യം. തെറ്റാണെങ്കിൽ അങ്ങേക്ക് തിരുത്താം. അപ്പോൾ അങ്ങനെ അനുമതികളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ഒരു യോഗത്തിൽ അതിഥിയായി വരുന്നത് സിറ്റിംഗ് ജഡ്ജിയാണ്. സിറ്റിംഗ് ജഡ്ജി എന്ന നിലയിൽ അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ഒരു കൺട്രോൾ വേണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏകീകൃത സിവിൽ കോഡ്, ഭരണഘടനാപരമായ അനിവാര്യത, അതായിരുന്നു വിഷയം. ഈ പരാമർശങ്ങൾ ഇല്ലാതെ തന്നെ ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിന് സംസാരിക്കാമായിരുന്നു എന്നതാണ് വസ്തുത. ഫോർമർ ജഡ്ജസിനെ വിളിക്കുമ്പോൾ അവർ വന്ന് നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ പോലെയല്ല ഒരു സിറ്റിംഗ് ജഡ്ജി വന്ന് ഇങ്ങനെയുള്ള കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. അതിലിപ്പോൾ അലഹബാദ് ഹൈക്കോടതിയോട് സുപ്രീം കോടതി വിശദീകരണം തേടിയിരുന്നു. ആ വിശദീകരണം കിട്ടിയിട്ടുണ്ടാകും. അതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം കൊളീജിയത്തിന് മുന്നിൽ ഹാജരാകാൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് കൊളീജിയത്തിൻ്റെ തലവൻ. 17-ാം തീയതി, അതായത് വരുന്ന ചൊവ്വാഴ്ച മറ്റന്നാൾ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനായി എത്താൻ പോവുകയാണ്. അതിനിടയിൽ പ്രശാന്ത് ഭൂഷൺ കൺവീനറായിട്ടുള്ള ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി ആൻഡ് റിഫോംസ് അവർ ചീഫ് ജസ്റ്റിസിന് കത്തെഴുതിയിരുന്നു. ആ കത്തിൽ പറഞ്ഞത് കോടതി തന്നെ ഒരു ആഭ്യന്തര അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഇംപീച്ച്മെന്റിനായുള്ള നീക്കങ്ങൾ മറുഭാഗത്ത് ഇന്ത്യ ബ്ലോക്ക് നടത്തുമ്പോൾ ആഭ്യന്തര അന്വേഷണത്തിന്റെ ആവശ്യകതയുണ്ട് എന്നതുകൂടി കൃത്യമായി പറഞ്ഞു വെച്ചുകൊണ്ടുള്ള ഒരു കത്താണ് പ്രശാന്ത് ഭൂഷൺ കൺവീനറായിട്ടുള്ള സമിതി അയച്ചിരിക്കുന്നത്. എന്തായാലും ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ UP മുഖ്യമന്ത്രി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഒരു പിന്തുണ അത് വരുന്നത് ഒരു പൊതുപരിപാടിയിലാണ് എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഇവിടെ വർഗീയ പരാമർശമാണോ നടത്തിയത് എന്നത് കൊളീജിയം പരിശോധിക്കാൻ പോകുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാചകം, അതിൽ അദ്ദേഹം ക്ലാരിറ്റി കൊടുക്കേണ്ടതായ ചില വാചകങ്ങളുണ്ട്. അതിൻ്റെ മലയാള തർജ്ജമ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ, ഒരു സമുദായം കുട്ടികളെ അഹിംസയും കാരുണ്യവും സഹിഷ്ണുതയും പഠിപ്പിക്കുമ്പോൾ മറ്റൊരു സമുദായം കുട്ടികളുടെ മുന്നിലിട്ട് മൃഗങ്ങളെ കശാപ്പ് ചെയ്യുക
ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ടാക്കുന്ന ഒരു പരാമർശമായി അതിനെ കൊളീജിയം കണ്ടെത്തുകയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി സങ്കീർണമാകുമെന്നുള്ളത് വ്യക്തമാണ്. കൃത്യമായി സമൂഹത്തിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്നതിന് കാരണമാക്കുന്ന ഒരു പരാമർശമാണ് ജഡ്ജി നടത്തിയത് എന്ന് കൊളീജിയം കണ്ടെത്തുകയാണെങ്കിൽ, കൊളീജിയം കൃത്യമായി ഇത് ഇഴകീറി തന്നെ ഇതിൻ്റെ കൃത്യമായി ആ പ്രസംഗത്തിൻ്റെ ട്രാൻസ്ക്രിപ്റ്റ് അടക്കം വെച്ചുകൊണ്ടായിരിക്കും ഇദ്ദേഹത്തോട് വിശദീകരണം തേടുക. അപ്പോൾ ആ വിശദീകരണത്തിൽ അദ്ദേഹത്തിന് കൃത്യമായി അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല എങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് കണ്ടെത്തുന്ന സാഹചര്യത്തിലേക്ക് വരും. അതിലൊന്നും കൊളീജിയം ഏതെങ്കിലും ഒരു ഭാഗം പിടിച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് പോകും, അല്ലെങ്കിൽ ഒരു പക്ഷം പിടിച്ചുകൊണ്ടുള്ള സമീപനമായിരിക്കും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. അങ്ങ് പറഞ്ഞ അക്കാര്യങ്ങളോട് എനിക്ക് വിയോജിപ്പാണ്. പൂർണ്ണമായും ഈ ജഡ്ജിക്ക് അനുകൂലമായ ഒരു സമീപനത്തിലേക്കൊന്നും കൊളീജിയം പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. കൊളീജിയം അതിൻ്റെ സ്വതന്ത്ര സ്വഭാവം കാണിച്ചിട്ടുണ്ട്. അപവാദമായി ചില ഒന്നോ രണ്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ വിഷയത്തിൽ അങ്ങനെ ഉണ്ടാകില്ല. കാരണം ഇത് പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന പാർലമെന്റിലേക്ക് വന്ന വിഷയമാണ്. ഇംപീച്ച്മെന്റിനായിട്ടുള്ള ആദ്യ സ്റ്റെപ്പ് ഇന്ത്യ ബ്ലോക്ക് കപിൽ സിബലിന്റെ നേതൃത്വത്തിൽ എടുത്തു തുടങ്ങിയ വിഷയം കൂടിയാണ്. ഇവിടെ ഈ വിവാദ പ്രസംഗത്തിന്റെ കൊളീജിയം പിന്നെ ഏകപക്ഷീയമായ നിലപാടെടുക്കുമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഒരു എൻക്വയറി കമ്മീഷൻ വന്നാൽ പാർലമെന്റിലാണ് അതെ വന്നാൽ അവരെങ്ങനെ നിലപാടെടുക്കുമെന്ന് എനിക്കറിയില്ല. അതേസമയം കൊളീജിയം ശക്തമായ നിലപാടുകൾ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് അങ്ങ് നാല് ജഡ്ജിമാരുടെ പ്രസ് മീറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ സൂചിപ്പിച്ചല്ലോ, മൈനർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതായത് ജൂനിയർ ആയിട്ടുള്ള ജഡ്ജസിന്റെ കോർട്ട് റൂംസിലേക്ക്, അങ്ങനെയുള്ള കോർട്ട് റൂംസിലേക്ക് പ്രധാനപ്പെട്ട കേസുകളൊക്കെ വിടുന്നു. ആ റോസ്റ്ററിൽ തന്നെ നടത്തുന്ന അട്ടിമറിയെ കുറിച്ചാണ് അങ്ങ് സൂചിപ്പിച്ചത്. അത് ജഡ്ജിമാർ പറഞ്ഞതാണ്. അതേക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൊളീജിയം അതിന്റെ സ്വതന്ത്ര സ്വഭാവം കളങ്കപ്പെടുത്തുന്ന ഒരു നീക്കത്തിലേക്കും ഈ വിഷയത്തിൽ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. ആ കാര്യം സൂചിപ്പിച്ചത് കൊണ്ടാണ് അക്കാര്യത്തിൽ ഞാനൊരു ക്ലാരിറ്റി വരുത്താൻ ശ്രമിച്ചത്. ഇവിടെ രാജ്യസഭാ സെക്രട്ടറി ജനറലിൽ കൊടുത്തിട്ടുള്ള കത്ത്, ഇംപീച്ച് ചെയ്യുന്നതിനുള്ള പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ടുള്ള കത്ത് അവിടെ നിൽക്കുകയാണ്. അതിനിടയിൽ സുപ്രീം കോടതിയുടെ ഈ നീക്കം കൂടി വരുമ്പോൾ പാർലമെന്റ് നാളെ ചേരുമ്പോൾ എന്തായാലും ഇതിൽ തിടുക്കത്തിലൊരു തീരുമാനം എടുക്കാൻ സാധ്യതയില്ല. കൊളീജിയത്തിന്റെ തീരുമാനം വരട്ടെ. ആ കൊളീജിയത്തിന്റെ തീരുമാനത്തിനെ കാക്കുകയായിരിക്കും ചെയ്യുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ നാളെ ഇക്കാര്യത്തിൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രതീക്ഷിക്കാനില്ല. മറ്റന്നാൾ കൊളീജിയത്തിന് മുന്നിലേക്ക് ശേഖർ യാദവ് എന്താണോ പറയുന്നത് അതാണ് ഇതിൽ പ്രധാനമായി വരാൻ പോകുന്നത്. ഇതിൽ ജഡ്ജസ് എൻക്വയറി ആക്ട് ഉണ്ട്, ഭരണഘടനാ വ്യവസ്ഥകൾ, ഇതെല്ലാം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇംപീച്ച് ചെയ്യാനായിട്ടുള്ള ഒരേ ഒരു കാര്യം അദ്ദേഹം അവിടെ നടത്തിയ ഡിവിഷൻ ഉണ്ടാക്കുന്ന ഹെയ്റ്റ് സ്പീച്ച് നടത്തി എന്നുള്ളതാണ് അദ്ദേഹത്തെ ഇംപീച്ച് ചെയ്യുന്നതിനായി എടുത്തു പറയാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം. പക്ഷേ അതും കൊളീജിയം കണ്ടെത്തണം. ഇന്റേണൽ എൻക്വയറിയിൽ കൊളീജിയം ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ അദ്ദേഹം ഒരു മാപ്പ് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഖേദപ്രകടനം നടത്തിയാൽ മതി എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും ഈ ആവശ്യം തള്ളുന്ന ഒരു സമീപനമായിരിക്കും ഉണ്ടാവുക എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ഓൾ ലോയേഴ്സ് യൂണിയന്റെ ഒരു ആരോപണവും ഇതോടൊപ്പം തന്നെ വന്നിട്ടുണ്ട്. അതും കൊളീജിയത്തിന് മുന്നിൽ ഉള്ള പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്ന കാര്യമാണ്. ഓൾ ലോയേഴ്സ് യൂണിയൻ പറഞ്ഞത് ഇതൊരു ഹെയ്റ്റ് സ്പീച്ച് ആണ്, ഇതൊരു വിദ്വേഷ പ്രസംഗമാണ് എന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ജഡ്ജിക്കെതിരെ നടപടിയെടുക്കണം. അതുപോലെ തന്നെ സ്വതന്ത്ര ജുഡീഷ്യറി എന്ന ആശയത്തിന് അവർ പറഞ്ഞ ആ പോയിന്റ് വളരെ പ്രധാനപ്പെട്ടതാണ്. സ്വതന്ത്ര ജുഡീഷ്യറി എന്ന ആശയത്തിന് ജുഡീഷ്യറിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആരെങ്കിലും തുരങ്കം വയ്ക്കുകയാണെങ്കിൽ അത് ആദ്യമേ തന്നെ അത് അവസാനിപ്പിക്കണം. അതിന് ഇക്കാര്യത്തിൽ കൃത്യമായ നടപടി വേണം എന്നതാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനിടയിലാണ് നമ്മളിപ്പോൾ ഈ യോഗി ആദിത്യനാഥിന്റെ പിന്തുണ, അത് വെറും ഒരു പിന്തുണയായി ഞാൻ കാണുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം യാദവ് വിരമിക്കേണ്ടത്, ജഡ്ജി ശേഖർ യാദവ് വിരമിക്കേണ്ടത് 2026 ഏപ്രിലാണ്. അതായത് ഇനി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ 1.5 വർഷം മാത്രമാണ് അദ്ദേഹത്തിന്റെ ഒരു ടേം എന്ന് പറയുന്നത്. അലഹബാദ് ഹൈക്കോടതിയിലെ അദ്ദേഹത്തിന്റെ ടേം വെറും 1.5 വർഷം മാത്രമാണ്. ഇവിടെ അദ്ദേഹം പറഞ്ഞത് സത്യം പറയുന്നവരെ ഇംപീച്ച് ചെയ്യുമെന്ന് പ്രതിപക്ഷം ഭീഷണിപ്പെടുത്തുന്നു എന്നാണ്. ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവരെ പ്രതിപക്ഷം ഭീഷണിപ്പെടുത്തുന്നു. പ്രതിപക്ഷത്തിന്റെ ഇത്തരം നടപടികൾ പൊതുസമൂഹത്തിന് മുന്നിൽ തുറന്നു കാട്ടണം. യോഗിയുടെ വാക്കുകൾ അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ യോഗി ആദിത്യനാഥ് സംസ്ഥാനത്തെ ഒരു പൊതുചടങ്ങിലാണ്. ആ പൊതുചടങ്ങിൽ അദ്ദേഹം പറഞ്ഞത് ജനാധിപത്യവാദികളാണ് തങ്ങളെന്ന് പ്രതിപക്ഷം പറയുന്നു. പക്ഷേ ആരെങ്കിലും സത്യം പറഞ്ഞാൽ ഇംപീച്ച്മെന്റ് പ്രമേയം കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് സമ്മർദ്ദത്തിലാക്കുന്നു. അപ്പോൾ ഈ ജഡ്ജി പറഞ്ഞത് സത്യമാണ്, അല്ലെങ്കിൽ ജഡ്ജി പറഞ്ഞ ഈ വാദം അതിനെ എൻഡോഴ്സ് ചെയ്യുകയാണ് ഒരു സംസ്ഥാനത്തിന് മുഖ്യമന്ത്രി. ആ സംസ്ഥാനം ഏതാണ്? അലഹബാദ് ഹൈക്കോടതി ഇരിക്കുന്ന സംസ്ഥാനത്തിന്റെ എവിടെ വെച്ചാണോ ഈ പരാമർശം, വിവാദമായ പ്രസംഗം നടത്തിയത്, അതിനെ കൃത്യമായി പിന്തുണച്ചുകൊണ്ട് യോഗി ആദിത്യനാഥ് എന്ന ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി കടന്നു വരുമ്പോൾ വിഷയം കൂടുതൽ രാഷ്ട്രീയമാവുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം എന്താണ് എന്നുള്ളത് നമുക്ക് പാർലമെന്റിൽ ഇത് വരുമ്പോൾ മാത്രമേ, അല്ലെങ്കിൽ പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തുമ്പോഴുള്ള പ്രതികരണങ്ങളിലൂടെ നമുക്ക് ബോധ്യമാവുകയുള്ളൂ. നിലവിൽ അവർ ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യമായ പ്രതികരണങ്ങളൊന്നും ഈ വിഷയത്തിൽ നമ്മൾ കാണുന്നുമില്ല. വലിയ പ്രതികരണങ്ങളിലേക്ക് പോകാതെ ഒരു മൈൽഡായ ഒരു ശ്രമം ആണ് ഈ വിഷയത്തിൽ അവർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നടപടി ഉണ്ടാകുമോ എന്നത് കൊളീജിയത്തിന്റെ തീരുമാനത്തിനെ അനുസരിച്ചായിരിക്കും. നടപടി ഉണ്ടാകാനുള്ള സാധ്യത അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഒരുപാടൊന്നും ഞാൻ കാണുന്നില്ല. ഇംപീച്ച്മെന്റിലേക്കൊന്നും പോകാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ല. അത് സംഭവിക്കാനും പോകുന്നില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപ് നടന്ന 6 ഇംപീച്ച്മെന്റ് ശ്രമങ്ങളും അത് ഏത് തരത്തിലാണ് പോയതെന്ന് നമ്മൾ കണ്ടതാണ്. അന്ന് മുതലുള്ള ഇംപീച്ച്മെന്റ് നീക്കങ്ങളെല്ലാം ഒന്നുകിൽ രേഖകളിൽ നിന്ന് ആ ഭാഗങ്ങൾ നീക്കുന്നതിൽ,
അല്ലെങ്കിൽ രാജിവെച്ചൊഴിയുന്നതിൽ ഒക്കെയാണ് നിന്നിട്ടുള്ളത്. ഇവിടെ 1.5 വർഷം മാത്രമാണ് അദ്ദേഹത്തിന് ടെന്യൂർ ബാക്കിയുള്ളത്. അതുകൊണ്ട് എന്തിനും സാധ്യതയുണ്ട്. ഇവിടെ ഹേറ്റ് സ്പീച്ച് നടത്തുന്നത് അതിപ്പോൾ ഏത് രാഷ്ട്രീയ കക്ഷിയിൽപ്പെട്ട ഏത് മതവിശ്വാസത്തിൽപ്പെട്ട ആളായാലും അപരമതത്തെ ദ്വേഷിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിൽ അഭിപ്രായം. നടപടി എടുക്കേണ്ടതാണ്, അതൊരു ഹേറ്റ് സ്പീച്ച് ആണെന്ന് കണ്ടെത്തുകയാണെങ്കിൽ. നടപടി വേണ്ടേ എന്ന ചോദ്യത്തിന് നടപടി വേണം എന്ന് തന്നെയാണ് അഭിപ്രായം. നമ്മൾ മീറ്റ് ദ എഡിറ്റേഴ്സിൽ മുൻപും ഈ വിഷയം ഒരു തവണ ചർച്ച ചെയ്തിരുന്നതാണ്. അപ്പോൾ 2 കാര്യങ്ങളിലാണ് ഇംപീച്ച് ചെയ്യാൻ പറ്റുക. ഒന്ന്, പ്രൂവൺ ഇൻകപ്പാസിറ്റി വ്യക്തമാകണം. രണ്ടാമത്തത് പ്രൂവൺ മിസ്ബിഹേവിയർ. രണ്ടാമത്തതിൽ പെടും ഇപ്പോൾ ഈ ജഡ്ജിയുടെ പ്രതികരണം. അത് സംവിധാനത്തിൻ്റെ അന്തസ്സും സ്വതന്ത്ര സ്വഭാവവും അപകടപ്പെടുത്തുന്ന രീതിയിലായിരുന്നു എന്നുള്ള കാര്യം വ്യക്തമായതാണ്. ഇപ്പോൾ സുപ്രീം കോടതി കൊളീജിയം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗം, ജഡ്ജിയുടെ പ്രസംഗം പൂർണ്ണമായും അതിൻ്റെ വീഡിയോ ആവശ്യപ്പെടുകയും അത് പൂർണ്ണമായി കാണുകയും ചെയ്ത ശേഷമാണ് ഇപ്പോൾ സമൻസ് അയച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ശേഖർ കുമാർ യാദവിന് ചൊവ്വാഴ്ച വന്ന് ഇതിന്മേൽ വിശദീകരണം നൽകണം. ആ വിശദീകരണം അതിൽ തൃപ്തിയില്ല എങ്കിൽ ശാസനയ്ക്കപ്പുറം കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണല്ലോ ഒരു സംശയം. അതേസമയം ഈ ഇംപീച്ച് ചെയ്യണം എന്നൊരു നിർദ്ദേശം അല്ലെങ്കിൽ സുപ്രീം കോടതി കൊളീജിയത്തിൻ്റെതായ ഒരു അഭിപ്രായം സർക്കാരിന് കൈമാറാൻ പറ്റും. അപ്പോൾ അങ്ങനെ കോടതി ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം അത് ഗൗരവത്തോടെ കാണുന്നു എന്നുള്ള കാര്യം ഇതിനകം തന്നെ വ്യക്തമായതാണ്. നേരത്തെ തന്നെ അലഹാബാദ് ഹൈക്കോടതിയോട് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സുപ്രീം കോടതി തേടിയിരുന്നു. ആ റിപ്പോർട്ട് തേടുന്ന ഘട്ടത്തിൽ തന്നെ അലഹാബാദ് ഹൈക്കോടതി അദ്ദേഹത്തിൻ്റെ റോസ്റ്റർ മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ ക്രിമിനൽ കേസുകൾ പരിഗണിക്കുന്നതിൽ നിന്നും മാറ്റിയിട്ടുണ്ട്. സിവിൽ കേസുകൾ മാത്രം പരിഗണിച്ചാൽ മതിയെന്നാണ്. ഇനിയിപ്പോൾ സുപ്രീം കോടതിക്ക് ജഡ്ജിയെ പുറത്താക്കുന്നത് പോലുള്ള വലിയ നടപടികളിലേക്ക് പോകാൻ കൊളീജിയത്തിന് പരിമിതികളുണ്ട്. പക്ഷേ അതേസമയം കേസുകളൊന്നും ആ ബെഞ്ചിലേക്ക് വരാത്ത രീതിയിൽ അദ്ദേഹത്തെ നിരായുധനാക്കാൻ സുപ്രീം കോടതിക്ക് സാധിക്കും. ആ രൂപത്തിലേക്ക് ഒരു നടപടിയിലേക്ക് പോകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. ഇപ്പോൾ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ കപിൽ സിബലിൻ്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഇംപീച്ച്മെന്റ് നീക്കം നടന്നിട്ടുള്ളത്. ആദ്യം 55 പ്രതിപക്ഷാംഗങ്ങളാണ് അതിൽ ഒപ്പുവെച്ചിരുന്നത്. ഇപ്പോൾ 100 പേർ കൂടി ഒപ്പുവെച്ചിരിക്കുന്നു. 155 ആ സംഖ്യ ഉയർന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഭരണപക്ഷവും ഈ ഇംപീച്ച്മെന്റിനെ പിന്തുണയ്ക്കുകയല്ലേ വേണ്ടത് എന്ന് കപിൽ സിബൽ അന്ന് തന്നെ ചോദിച്ചതാണ്. അങ്ങനെ പിന്തുണയ്ക്കുകയാണെങ്കിലാണ് ഇപ്പോൾ ഇവിടെ ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കുന്നു, ഇവിടെ ഭൂരിപക്ഷത്തിൻ്റെ തീരുമാനങ്ങളെ ന്യൂനപക്ഷം അംഗീകരിച്ചുകൊണ്ട് നടപ്പാക്കുകയാണ് വേണ്ടത് എന്ന ശേഖർ കുമാർ യാദവിൻ്റെ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല എന്ന ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉത്തരവാദിത്വം സർക്കാരിന് കൂടിയുണ്ട്. അപ്പോൾ സർക്കാർ അതിനെ പിന്തുണയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. പക്ഷേ അങ്ങനെ ആകില്ല എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ യോഗി ആദിത്യനാഥ് നമുക്കിപ്പോൾ നൽകിയിരിക്കുന്നത്. സത്യം പറയുന്നത് കൊണ്ടാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ഇംപീച്ച്മെൻറ്റ് നേരിടേണ്ടി വരുന്നത് എന്നാണ് ഇന്ന് യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്മേലൊരു ചർച്ച നടക്കും. ആ ചർച്ച ഗൗരവത്തിലുള്ളതാകും എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. പക്ഷേ ഇതൊക്കെ ഒരു സാമാന്യവൽക്കരിക്കുന്ന രീതിയിലേക്ക് എത്തുന്ന കുറേ ഏറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഉണ്ണി ബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചതുപോലെ നേരത്തെ ഇതൊരു പാകിസ്ഥാനായിരിക്കുന്നു, ഒരു ബാംഗ്ലൂരിലെ ഒരു പ്രദേശത്തെ പാകിസ്ഥാനായിരിക്കുന്നു എന്ന് പറഞ്ഞത് ഒരു ജഡ്ജിയാണ്. അപ്പോൾ അതിന്മേൽ പാകിസ്ഥാൻ എന്ന പ്രയോഗം വേണ്ട എന്നൊരു ശാസന രൂപത്തിൽ മാത്രമേ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളൂ. അതങ്ങനെ ഒരു പ്രതികരണം വരുന്നത് അവിടെ മുസ്ലിം ന്യൂനപക്ഷം കൂടുതലുള്ള പ്രദേശമായതുകൊണ്ടാണ്. അവിടെ ഓട്ടോറിക്ഷയിൽ 10-ലധികം ആളുകൾ പോകുന്നു, അവിടെ നിയമവാഴ്ച നടപ്പാകുന്നില്ല, അപ്പോൾ അതൊരു പാകിസ്ഥാനാണ് എന്ന രൂപത്തിലാണ് അന്ന് ജഡ്ജി പറഞ്ഞത്. അപ്പോൾ അത്തരം പ്രയോഗങ്ങൾ വേണ്ട എന്നൊരു ശാസ്ത്രയാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഈ ജഡ്ജിയുടെ കാര്യത്തിൽ തന്നെ പോവുകയാണെങ്കിൽ VHPയുടെ പരിപാടിയാണ് അത്. BJPയുമായി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന അല്ലെങ്കിൽ RSSനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അഭിഭാഷക സംഘടനയുടെ പരിപാടി എന്നുള്ളതല്ല, VHP നടത്തിയ പരിപാടിയാണ്. അവിടെ 2 ജഡ്ജിമാർ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു, ദിനേശ് പഥക്കും ജസ്റ്റിസ് ശേഖർ കുമാർ യാദവും. ശേഖർ കുമാർ യാദവിൻ്റെ പ്രസംഗമാണ് ഇപ്പോൾ വിവാദമായത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രസംഗം എന്നുള്ളത് പൂർണ്ണമായും അപരമത വിദ്വേഷം ജനിപ്പിക്കുന്നതാണ്, മുസ്ലിം ന്യൂനപക്ഷത്തെ അപമാനിക്കുന്നതാണ്. അവരെ കട്മുല്ല എന്ന വാക്കുപയോഗിച്ചിട്ടാണ് അപമാനിച്ചിരിക്കുന്നത്. അവർ തീവ്രവാദികളാണ് എന്ന് പറയുന്നുണ്ട്. അതോടൊപ്പം 4 വിവാഹം കഴിക്കാൻ അധികാരമുണ്ട് എന്ന് വിചാരിക്കുന്നവരാണ്. ആ വിഭാഗത്തിലെ കുട്ടികൾ ക്രൂരത കണ്ടാണ്, അതായത് മൃഗങ്ങളെ കൊല്ലുന്ന അതൊക്കെ കണ്ടാണ് വളരുന്നത്. അപ്പോൾ അവർക്ക് നല്ല സ്വഭാവം ഉണ്ടാകില്ല എന്ന രൂപത്തിലാണ് അദ്ദേഹം അത് പ്രസംഗിച്ചത്. അപ്പോൾ ഇതിലൊന്നും തന്നെ വേറെ അർത്ഥത്തിലാണ് എന്ന് പറയുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല. പറയുന്നത് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. VHPക്ക് കോടതി വളപ്പിൽ ഒരു പരിപാടി നടത്താൻ അനുമതി കൊടുത്തതിനെക്കുറിച്ച് ഇതുവരെ സുപ്രീം കോടതിക്ക് ഒരു ആശങ്ക ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതിനെക്കുറിച്ചൊരു ചോദ്യം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇനി കൊളീജിയം വിളിച്ചു വരുത്തുമ്പോൾ അതിന്മേൽ കൂടി ഒരു ചോദ്യം ഉണ്ടാകുമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ നമുക്ക് നോക്കൂ, നേരത്തെ DY ചന്ദ്രചൂഡ്
ഗ്രാറ്റിറ്റ്യൂഡ് ഗണപതി പൂജയ്ക്ക് വീട്ടിലേക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുന്നു. അതിനുശേഷം അദ്ദേഹം ഈ സ്ഥാനം ഒഴിഞ്ഞ ശേഷം നടത്തിയ പ്രതികരണം, ബാബ്രി മസ്ജിദ് വിധി തനിക്ക് ദൈവം നൽകിയ ദൈവമാണ് തനിക്ക് എന്ത് വിധി വേണമെന്ന് പറഞ്ഞു തന്നതെന്നാണ്. അതിൽ കക്ഷി ദൈവം തന്നെയാണല്ലോ. അപ്പോൾ ആ കക്ഷിയാണോ അദ്ദേഹത്തിന് ആ വിധി പറഞ്ഞു കൊടുത്തതെന്ന് ചോദ്യം സ്വാഭാവികമായും വരികയും ചെയ്യും. അപ്പോൾ ആ രൂപത്തിൽ പലതരത്തിൽ വ്യാഖ്യാനങ്ങൾ ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയും ഇവിടെ ഭൂരിപക്ഷ തീരുമാനങ്ങൾ അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണോ തീരുമാനങ്ങൾ ഉണ്ടാവുക എന്നൊരു സംശയം ഉണ്ടാക്കുന്നതാണ്. ഇനി ഈ ജഡ്ജിയുടെ മുന്നിലേക്ക് ഒരു ന്യൂനപക്ഷത്തിലെ വിഭാഗത്തിലെ ഒരു കക്ഷിയും അപ്പുറത്ത് ഭൂരിപക്ഷ വിഭാഗത്തിലെ ഒരു കക്ഷിയും ഒരു കേസുമായി വരികയാണെങ്കിൽ അദ്ദേഹം നടപ്പാക്കാൻ പോകുന്ന വിധി ഉറപ്പായിട്ടും ഭൂരിപക്ഷത്തിന് അനുകൂലമായിരിക്കും എന്ന് തോന്നിപ്പിക്കുന്ന പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു ന്യായാധിപൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത, ഭരണഘടനയിൽ കൈവച്ചുകൊണ്ട് സത്യം ചെയ്ത് ഒരു ദ്വേഷമോ അല്ലെങ്കിൽ ആരുമായി പക്ഷപാതപരമായോ തീരുമാനങ്ങൾ എടുക്കില്ല എന്ന് സത്യം ചെയ്യുന്ന ഒരു ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന പ്രതികരണമാണ്. അത് ആ അർഹിക്കുന്ന ഗൗരവത്തിൽ തന്നെ സർക്കാരും കാണേണ്ടതുണ്ട്, സുപ്രീം കോടതി കൊളീജിയവും കാണേണ്ടത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ ഒരുപാട് പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് കോടതിയുമായി ബന്ധപ്പെട്ടൊക്കെ ജഡ്ജിമാർ, സർക്കാരിന് അനുകൂലമായി പ്രതികരിക്കുന്ന ജഡ്ജിമാർക്ക് എന്തൊക്കെ തരത്തിലുള്ള പദവികൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഒരു 5 വർഷത്തെ കണക്കെടുത്താൽ 21% ജഡ്ജിമാർക്കും ഓരോ തരത്തിൽ പ്ലേസ്മെൻറ്റ് ലഭിച്ചിട്ടുണ്ട്. ഗവർണർമാരായിട്ടും അതല്ലാതെ പോസ്റ്റുകളുമൊക്കെ ആയിട്ട്. ഇപ്പോൾ ബാബറി മസ്ജിദ് കേസിലെ വിധി പ്രഖ്യാപിച്ച 4 ജഡ്ജിമാരെങ്കിലും വിവിധ പദവികളിൽ ഇരുന്ന് കഴിഞ്ഞു. ഇനി DY ചന്ദ്രചൂഡിൻ്റെ കാര്യത്തിൽ മാത്രമേ ഒരു തീരുമാനം വരാനുള്ളൂ. അതിനെ അദ്ദേഹം സ്വീകരിക്കുമോ ഇല്ലേ എന്നുള്ളതാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് നമുക്ക് അറിയേണ്ടത്. അതല്ല, രഞ്ജൻ ഗൊഗോയി രാജ്യസഭാ മെമ്പറായി ഓരോരുത്തർക്കും ഈ രീതിയിൽ പദവികൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യം. അപ്പോൾ ഇതാണ് വർത്തമാനകാല യാഥാർത്ഥ്യം എന്നുള്ളത് അവിടെ നിൽക്കുന്നു. പക്ഷേ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിന്ന് തന്നെ പ്രതികരിച്ചു എന്നുള്ളത് ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. ഇനി നോക്കി, ഈ സംഭാൽ കേസിൽ ഈ സർവേ നടത്തണം എന്നുള്ള ഹർജി എത്തേണ്ടത് അലഹബാദ് ഹൈക്കോടതിയിലാണ്. അത് പരിഗണിക്കേണ്ട ജഡ്ജായിരിക്കാം ഒരുപക്ഷെ ഇത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എന്ത് തരത്തിലുള്ള വിധിയാണ് വരിക എന്നുള്ള സംശയം വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ വളരെ ഗൗരവത്തിലുള്ള വിഷയമാണ്. ആ വിഷയം അർഹിക്കുന്ന ഗൗരവത്തിൽ സുപ്രീം കോടതി കാണുന്നു എന്നാണ് ഇപ്പോൾ ഈ കൊളീജിയം സമൻസ് നൽകി വിളിപ്പിച്ചതിലൂടെ മനസ്സിലാക്കാനാകുന്നത്. അതുകൊണ്ട് അപ്പോൾ ഇതിനു മുമ്പ് ഈ തരത്തിൽ ജസ്റ്റിസ് കർണനെ ഈ കൊളീജിയം വിളിച്ചു വരുത്തി ശാസ്ത്രജ്ഞൻ. പക്ഷേ കർണൻ്റേത് ഈ വർഗീയ പരാമർശമായിരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഒരു ഭ്രാന്തൻ പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടുപോകുന്ന ഒരു ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തെ ഇതുപോലെ ശാസിച്ചിട്ടുണ്ട്. ഇത് അതിലും ഗൗരവത്തിലുള്ള വിഷയമാണ്. അപ്പോൾ ആ രൂപത്തിൽ തന്നെ കോടതി കാണേണ്ടതുണ്ട്. അപ്പോൾ നടപടി വേണമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല, നടപടി വേണം. വേറെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ? ഇതിനകത്ത് ഒരു പ്രശ്നം വെച്ചാൽ ഇതിൻ്റെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെക്കും. നമ്മളിതിനകത്ത് ഈ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിലാണ് എപ്പോഴും ജുഡീഷ്യറി പ്രവർത്തിക്കുക. ആ കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത് 3 പേജുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. അതിൻ്റെ പേരെന്ന് പറയുന്നത്, അതിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ജുഡീഷ്യൽ ലൈഫ്. ദ റീസ്റ്റേറ്റ്മെൻറ്റ് ഓഫ് വാല്യൂസ് ഓഫ് ജുഡീഷ്യൽ ലൈഫ് 3 പേജുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ്. ഈ 3 പേജുള്ള ഡോക്യുമെൻറ്റിലെ ആദ്യത്തെ പോയിന്റ് എന്താണെന്ന് അറിയാമോ? ഞാനൊന്ന് വായിക്കാം. The behavior and conduct of the members of the higher judiciary must reaffirm the people's faith in the impartiality of the judiciary. Accordingly, any act of a judge of the Supreme Court or a higher court, whether in official or personal capacity, which erode the credibility of this perception has to be avoided എന്നാണ് ആദ്യത്തെ പോയിന്റ്. അതായത് ഈ ജുഡീഷ്യറിയുടെ കോഡ് ഓഫ് കണ്ടക്റ്റിലെ ആ 3 പേജുള്ള ഡോക്യുമെൻറ്റിലെ ആദ്യത്തെ പോയിന്റ് പറയുന്നത്, ജുഡീഷ്യറി എന്ന് പറയുന്നത് ഇംപാർഷ്യലാണ്, നിഷ്പക്ഷമാണ് നമ്മുടെ നിയമവ്യവസ്ഥ എന്ന് ജനങ്ങൾക്ക് തോന്നുന്നതിന് വേണ്ടിയിട്ടുള്ള പെരുമാറ്റങ്ങളായിരിക്കണം, അവർക്ക് വിശ്വാസം വരുന്ന തരത്തിലുള്ള പെരുമാറ്റങ്ങളായിരിക്കണം ജുഡീഷ്യറിയിലെ ഹയർ ഒഫീഷ്യൽസ്. അത് ജഡ്ജസ് ആകാം, ജുഡീഷ്യറിയുടെ ഭാഗമായി ആര് പ്രവർത്തിച്ചാലും അവരൊക്കെ ആ രീതിയിലുള്ളൊരു ബിഹേവിയർ ആയിരിക്കണം. ഒരു പബ്ലിക് പോസ്റ്ററിങ് അങ്ങനെ ആയിരിക്കണം. അതിന് വിഘാതമാകുന്ന ഏതെങ്കിലും പരിപാടികളിൽ വ്യക്തിപരമായോ ഔദ്യോഗികമായോ പങ്കെടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ജുഡീഷ്യറിയുടെ ഒരു കോഡ് ഓഫ് കണ്ടക്ട് എന്ന് പറയുന്നത്. 97 വന്ന കോഡ് ഓഫ് കണ്ടക്ട് ആണ്. 16 കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ കോടതിയുടെ പരിഗണനയ്ക്ക് വരാവുന്നതോ രാഷ്ട്രീയ കാര്യങ്ങളിലോ ജഡ്ജിമാർ പൊതു അഭിപ്രായം പറയരുത് എന്ന് തന്നെ അതിൽ പറയുന്നുണ്ട്. തങ്ങളെ ലോകം ശ്രദ്ധിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഉന്നത പദവിക്ക് ചേരാത്ത കാര്യങ്ങൾ ജഡ്ജിമാർ പറയാനും ചെയ്യാനും പാടില്ല എന്ന് നിർദ്ദേശിക്കുന്നു. പക്ഷേ ഇത് അദ്ദേഹം ലംഘിച്ചു എന്നുള്ള കാര്യം വ്യക്തമാണ്. പക്ഷേ ഇത്
പെരുമാറ്റച്ചട്ടങ്ങളാണ്, നിയമങ്ങളല്ല, ഉപദേശ സ്വഭാവമുള്ളതാണ്, പരിമിതിയാണ്. അതാ ഞാൻ പറഞ്ഞത്, ഇത് ജുഡീഷ്യറിയുടെ ഇത്തോസാണ്. ആ ഇത്തോസുമായി ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് ജനങ്ങൾക്ക് ജുഡീഷ്യറിയുടെ നിഷ്പക്ഷതയിൽ വിശ്വാസമുണ്ടാകണം. അങ്ങനെ വിശ്വാസം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ജുഡീഷ്യറിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നവർ അതിനനുസരിച്ചുള്ള സ്വഭാവ വിശേഷങ്ങളായിരിക്കണം ജനങ്ങൾക്ക് മുമ്പിൽ കാണിക്കേണ്ടത്. അതിന് വിഘാതമാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പരിപാടികളിൽ ഔദ്യോഗികമായോ വ്യക്തിപരമായോ പങ്കെടുക്കാനും പാടില്ല. ഇത് ജുഡീഷ്യറിയുടെ ഒരു എത്തിക്സ് ആണ്. ആ എത്തിക്സ് ആണ് നമ്മൾ ഈ കോഡ് ഓഫ് കണ്ടക്ട് എന്നൊക്കെ പറയുന്ന ഒരു പെരുമാറ്റ സംഹിതയാണ്, ഒരു ഉപദേശമാണ്. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇതിൻ്റെ രാഷ്ട്രീയമൊക്കെ മാറ്റിവെച്ചോണ്ട് ഇപ്പം യോഗി ആദിത്യനാഥ് സത്യം പറഞ്ഞതിൻ്റെ പേരിലാണ് ഇദ്ദേഹത്തെ പ്രതിപക്ഷം ക്രൂശിക്കുന്നത് എന്ന് പറയുമ്പോൾ യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയമാണ് പറയുന്നത്. അതിന്റെ രാഷ്ട്രീയം പറയുന്നത് മാത്രമല്ല, ഈ ജഡ്ജ് പറഞ്ഞത് യോഗി ആദിത്യനാഥിന് അക്സെപ്റ്റബിൾ ആണ്. അതെ, ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ വെച്ചാണെന്നാണ് എൻ്റെ ഓർമ്മ. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയല്ലേ പറഞ്ഞത്, വരുത്തരായിട്ടുള്ള ആളുകൾ നിങ്ങളുടെ താലിമാല പറിച്ചു കൊണ്ടുപോകാൻ നിൽക്കുകയാണെന്നുള്ളത്. ആരെങ്കിലും കേസ് കൊടുത്തായിരുന്നോ? പ്രധാനമന്ത്രി വേഷം കണ്ട ഒരാളെ തിരിച്ചറിയാന്ന് പറഞ്ഞു. അതെന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്നത് പറയാൻ പാടില്ലാത്തതെന്ന് പറയുന്നത് നമ്മളൊരു ജനറൽ എത്തിക്സിന്റെ ഭാഗമായിട്ടാണ്. അറ്റ് ദി സെയിം ടൈം ഈസ് എ പൊളിറ്റീഷ്യൻ. അതേ ഒരു രാഷ്ട്രീയക്കാരനാണ്. ആ രാഷ്ട്രീയക്കാരൻ എന്നുള്ളതിലേക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ആശയമാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇതേ പരിപാടിയാണ് യോഗി ആദിത്യനാഥ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അത് യോഗി ആദിത്യനാഥിന് ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിൽ ഇനിയിപ്പോൾ 1.5 വർഷം കഴിഞ്ഞാൽ അവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അപ്പോൾ ആ രാഷ്ട്രീയം നന്നായി പ്രയോഗിക്കാൻ തന്നെയാണ് അവർ ശ്രമിക്കുക. അതിന്റെ ഭാഗമായിട്ടാണ് യോഗി ആദിത്യനാഥ് പറയുന്നത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെയാണ് ഇദ്ദേഹത്തിന്റെ ടേം എൻഡ് ചെയ്യുന്നതും. അപ്പോൾ ശേഖർ കുമാർ യാദവ് എന്ന് പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയിലെ ഏറ്റവും ഹയർ ആയിട്ടുള്ള ഒരു ഒഫീഷ്യലാണ്. അദ്ദേഹം ഇന്ത്യൻ ജനത നൽകുന്ന നികുതിപ്പണം വാങ്ങി, ശമ്പളം വാങ്ങി വീട്ടിൽ പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് മുമ്പിൽ ഒരു മുസൽമാൻ ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, പാഴ്സി ആയിക്കോട്ടെ, സിഖ് ആയിക്കോട്ടെ, ഏത് മതത്തിൽപ്പെട്ട ആളായിക്കോട്ടെ, അയാൾ വന്നു നിന്നാൽ നീതിപൂർവമായിട്ടുള്ള വിധി പ്രസ്താവങ്ങൾ നടത്താൻ നിയോഗിക്കപ്പെട്ട വ്യക്തിയാണ്. അത്തരം മൂല്യങ്ങളെല്ലാം അവിടെ അദ്ദേഹത്തിന് അപ്പോഴും വാദിക്കാൻ ഒരു പോയിന്റ് അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ വാചകത്തിന്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനായിട്ട് ഇപ്പോൾ പോയിരിക്കുന്നത് ലോ വർക്കിംഗ് അക്കോർഡിംഗ് ടു മെജോറിറ്റി. അത് മെജോറിറ്റി ഡിസിഷൻ എന്ന രീതിയിലാണ്, ഭൂരിപക്ഷമായ സമുദായം എന്ന രീതിയിലല്ല താൻ പറഞ്ഞത്. അതിന്റെ തുടർച്ചയിൽ ബാക്കി കാര്യങ്ങൾ മുഴുവനുണ്ടല്ലോ. ആ തുടർച്ചയിലെ പ്രസംഗം മുഴുവൻ വർഗീയമാണ്. ഏതായാലും കൊളീജിയത്തിന്റെ മുന്നിൽ ഒന്നിലധികം പരാതികളുണ്ട് കേട്ടോ. നേരത്തെ ക്യാമ്പയിൻ ഫോർ ജുഡീഷ്യൽ അക്കൗണ്ടബിലിറ്റി കൺവീനർ പ്രശാന്ത് ഭൂഷൺ ചീഫ് ജസ്റ്റിസിന് ഒരു പരാതി നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ബൃന്ദ കാരട്ടും ചീഫ് ജസ്റ്റിസിന് കത്തയച്ചിട്ടുണ്ട്. ഇതൊക്കെ കൂടി പരിഗണിക്കേണ്ടി വരും. ഗൗരവത്തിൽ തന്നെ കൊളീജിയം പരിഗണിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാം. സുജയ പറഞ്ഞതിനകത്തൊരു ഫാക്ട് ഉണ്ട്. ദ ലോ ഇൻ ഫാക്ട് വർക്ക്സ് അക്കോർഡിംഗ് ടു ദി മെജോറിറ്റി. അക്കോർഡിംഗ് ടു ദി മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം 3 പേരുടെ ബെഞ്ചിൽ 2 പേര്. പക്ഷെ അതിനു മുമ്പ് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഭൂരിപക്ഷത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഈ രാജ്യം പ്രവർത്തിക്കേണ്ടത്. അവിടെ ഭൂരിപക്ഷ മതമെന്നോ സമുദായമെന്നോ അങ്ങനെ പറഞ്ഞിട്ടില്ല. അതായിരിക്കാം ഡിസെക്ട് ചെയ്ത് അവതരിപ്പിക്കാൻ പോകുന്ന വാദം പ്രോബബ്ലി. പക്ഷേ ഇത്തരം കാര്യങ്ങളിനകത്ത് ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, നിങ്ങൾ എങ്ങനെ ന്യായീകരിച്ചാലും ഇത് രാജ്യത്തൊരു ചർച്ചയായിരിക്കുകയും ആ ചർച്ച ഒരുപാട് വിഭാഗങ്ങൾക്കിടയിൽ, അത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ മാത്രമല്ലെന്നേ, ഇപ്പോൾ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, പാഴ്സികൾ, സിഖുകൾ, ഇങ്ങനെയൊക്കെ കുറേ ന്യൂനപക്ഷങ്ങൾ ഈ രാജ്യത്തുണ്ട്. ആ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെല്ലാം തന്നെ ആശങ്കയുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയായി നടത്തിയിരിക്കുന്നത്. ആ പ്രസ്താവന നടത്തുന്നത് ഒരു ഹയർ ജുഡീഷ്യൽ അതോറിറ്റി ആയിരിക്കുന്നു എന്നുള്ളത് ഇന്ത്യയിൽ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും ആ മനുഷ്യരുടെ അവസാനത്തെ ആശ്രയമായിട്ട് ഇന്നും മനുഷ്യർ കാണുന്നത് ഈ കോടതികളെയും നീതിപീഠത്തെയും നീതിന്യായ വ്യവസ്ഥയും ഒക്കെയാണ്. ഇപ്പോഴും ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ സാധാരണക്കാരോട്, സാമാന്യരായ മനുഷ്യരോട് നീതി കാണിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആ പ്രതീക്ഷയിലേക്കാണ് ഈ പറയുന്ന ആ പ്രതീക്ഷയാണ് ഇദ്ദേഹം കളങ്കപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് കൊളീജിയം ഇക്കാര്യത്തിൽ വളരെ ഉയർന്ന ഉന്നതമായ മൂല്യബോധത്തോടൊരു നിലപാടെടുക്കണം. ഇതിൽ അദ്ദേഹം പറഞ്ഞ വാചകം, അദ്ദേഹത്തിന്റെ ഈ ആയിട്ടുള്ള ഇഷ്യൂസിൽ അദ്ദേഹത്തിന്റെ ഈ വാചകങ്ങൾ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞ ലോ വർക്കിംഗ് അക്കോർഡിംഗ് ടു മെജോറിറ്റി, അത് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ പ്രചരിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ വാചകത്തിൽ നേരത്തെ മാഡം സൂചിപ്പിച്ചതുപോലെ ദിസ് ഈസ് ഹിന്ദുസ്ഥാൻ ആൻഡ് ദിസ് കൺട്രി വുഡ് ഫംഗ്ഷൻ ആസ് പെർ ദ വിഷസ് ഓഫ് ദ ബഹുസാംഖ്യക് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ബഹുസാംഖ്യക് എന്നതിന് ഭൂരിപക്ഷ സമുദായമെന്നോ അല്ലെങ്കിൽ ഹിന്ദുവെന്നോ വ്യാഖ്യാനമാണ്. കട്മുല്ല എന്ന് പറയുന്നത് അവർ വർഗീയവാദികളാണ് എന്ന് പറയുന്നു. 4 വിവാഹം കഴിക്കുന്നവർ എന്ന് പറയുന്നു. ഹിംസ പ്രാക്ടീസ് ചെയ്യുന്ന, കണ്ടു വളരുന്ന കുട്ടികൾ എന്ന് പറയുന്നത് ഒക്കെ തന്നെയും ഏത് വിഭാഗത്തെയാണ് ഉദ്ദേശിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലുണ്ട്. അപ്പോൾ ഒരു വരിയിൽ വെച്ച് അദ്ദേഹം നിർദോഷമായി പറഞ്ഞു എന്ന് വ്യാഖ്യാനിക്കാൻ പറ്റില്ല. പ്രസംഗം മുഴുവൻ ഏതായാലും കൊളീജിയം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നടപടി വേണ്ടേ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് 3 പേരും അഭിപ്രായപ്പെട്ടത്. Meet the editors.